إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ വളരെ പ്രമുഖനായ സഹാബിയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ കുറിച്ച് സാഹിബു സിർരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് എന്നാണ് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് മുനാഫിഖുകളുടെ പേര് രഹസ്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മത്തിൽ നടമാടാനിരിക്കുന്ന ഫിത്നകളെ കുറിച്ച്, കുഴപ്പങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരമുള്ള സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ വകുൻതു അസ്അലുഹു അനിൽ ശർരി മഖാഫത അൻ യുദ്രികനി. ജനങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെ കുറിച്ച് മാത്രമായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഞാനാകട്ടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഷർറുകളെ കുറിച്ച്, തിന്മകളെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. ആ തിന്മകളിൽ പെട്ടുപോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഷർറുകളെ കുറിച്ചും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ കുന്നാ ജാഹിലിയ്യത്തിൻ വശർരിൻ ഫജാഅന അല്ലാഹു ബിഹാദൽ ഖൈരി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ശർറിലായിരുന്നു, ജാഹിലിയ്യത്തിലായിരുന്നു, അജ്ഞതയിലും വഴികേടിലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ഞങ്ങൾക്ക് ഇസ്ലാം എന്ന മഹത്തായ ഖൈർ നൽകി. ഇനി ഈ ഖൈറിന് ശേഷം, ഇസ്ലാം എന്ന ഈ ഖൈറിന് ശേഷം ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർരിൻ, ഇസ്ലാം എന്ന ഈ ഖൈറിന് ശേഷം, നന്മക്ക് ശേഷം വല്ല കുഴപ്പങ്ങളും വല്ല വഴികേടുകളും വരാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇസ്ലാം എന്ന ഈ ഖൈറിന് ശേഷം ശർറുകൾ വരാനുണ്ട്, ചില കുഴപ്പങ്ങൾ, വഴികേടുകൾ വരാനുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഹൽ ബഅദ ദാലിക അശ്ശർരി മിൻ ഖൈറിൻ, ആ ശർറിന് ശേഷം, ഇസ്ലാം എന്ന ഖൈറിന് ശേഷം ഒരു ശർറ് വരാനുണ്ട്, ആ ശർറിനും ശേഷം വല്ല ഖൈറും വരാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഫീഹി ദഖലുൻ, അതിനുശേഷം, ആ ശർറിന് ശേഷം ഒരു ഖൈർ വരാനുണ്ട്, നന്മ വരാനുണ്ട്. പക്ഷെ അതിൽ മങ്ങലുണ്ടാകും, അതിൽ കലർപ്പുണ്ടാകും.
സ്വാഫിയായ തെളിമയാർന്ന ഒരു കലർപ്പുമില്ലാത്ത ഖൈറായിരിക്കുകയില്ല. അതിൽ കലർപ്പുണ്ടാകും, മങ്ങലുണ്ടാകും. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമാ ദഖനുഹു, എന്താണ് അതിലെ കലർപ്പ് എന്ന് പറഞ്ഞാൽ? ആ ഖൈറിലുണ്ടാകുന്ന കലർപ്പ് എന്താണ്, കളങ്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗമുൻ യഹ്ദൂന ബിഗൈരി ഹദി വയസ്തന്നൂന ബിഗൈരി സുന്നതി. ചില ആളുകൾ അവർ വരും, അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാർഗം അവരുടെ മാർഗമായി അവർ സ്വീകരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചര്യകൾ അവരുടെ ചര്യയായി, ദീനായി അവർ ആചരിക്കും. അവരിൽ ഖൈറും ഉണ്ടാകും, ശർറും ഉണ്ടാകും. അവരിലെ ഖൈറുകൾ നിങ്ങൾ അംഗീകരിക്കുകയും അവരിലെ ശർറുകളെ കുറിച്ച് നിങ്ങൾ താക്കീത് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്യണം. മുആദ് ഇബ്നു ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കലർപ്പുള്ള ഖൈറിന് ശേഷം ഇനി വല്ല ശർറുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ആ കലർപ്പുള്ള നന്മക്ക് ശേഷം ഒരു ശർറ്, ഒരു തിന്മ വരാനുണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന, നരകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ചില പ്രബോധകന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, ആ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ, അവരുടെ പ്രബോധനം ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ ആ പ്രബോധകന്മാർ നരകത്തിലേക്ക് എത്തിക്കും, നരകത്തിലേക്ക് അവരെ വലിച്ചെറിയും. അങ്ങനെയുള്ള നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരുള്ള ഷർറിന്റെ കാലഘട്ടം ആ കലർപ്പുള്ള ഖൈറിന് ശേഷമുണ്ടായി. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണവർ? ആ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹും ജിൽദതിനാ, ഹും മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, അവർ നമ്മളിൽപ്പെട്ടവർ തന്നെയാണ്. നമ്മളുടേതുപോലെ സംസാരിക്കുന്ന, ഇസ്ലാമിന്റെ പ്രകടഭാവങ്ങളുള്ള, എന്നാൽ പ്രത്യക്ഷമായി അവർ മുസ്ലിമീങ്ങളാണ് എന്ന് തോന്നിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ, അവരുടെ അകത്തളങ്ങളിൽ ബലാലത്തും വഴികേടുമാണുള്ളത്. അങ്ങനെയുള്ള ആളുകളായിരിക്കും അവർ. ഇസ്ലാമിന്റെ പേരിലായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക, പക്ഷേ അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽസമു ജമാഅത്തൽ മുസ്ലിമീന വഇമാമഹും, മുസ്ലിമീങ്ങളുടെ ഐക്യത്തിൽ നീ ഉറച്ചു നിൽക്കുക. അവർക്കൊരു ഭരണാധികാരിയും ഒരു സംഘവും ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ നിലകൊള്ളുന്ന, സ്വഹാബത്തിന്റെ ചര്യ പിന്തുടരുന്ന, യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘവും ഇമാമുകളും മുസ്ലിമീങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ട് എങ്കിൽ ആ സംഘത്തിനോടൊപ്പം, ആ ഇമാമിനോടൊപ്പം ഉറച്ചു നിൽക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു സംഘവും ഒരു ഇമാമും ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണം? ഞാൻ എങ്ങനെ നിലകൊള്ളണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅതസിൽ തിൽകൽ ഫിറഖ കുല്ലഹാ വലൗ അൻ തഉദ അലാ അസ്രി ഷജറത്തിൻ ഹത്താ യുദ്രികകൽ മൗത് വഅൻത അലാ കദാലിക. എല്ലാ കക്ഷികളെയും, ഒരു ജമാഅത്തും ഒരു ഇമാമും ഇല്ല എങ്കിൽ, മുസ്ലിമീങ്ങളെ നയിക്കാൻ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘവും ഒരു ഇമാമും അവർക്കന്നില്ല എങ്കിൽ, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്ന എല്ലാ കക്ഷികളെയും നിങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, ഒരു മരത്തിന്റെ വേരിൽ കടിച്ചു തൂങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ ആ അവസ്ഥയിൽ മരണം വരെ തുടരുകയും ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്.
ഫിത്നകൾ അധികരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അഹ്ലുസുന്നയാണ്, ഞങ്ങൾ യഥാർത്ഥ ദീനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് 900 സംഘടനകൾ, സംഘങ്ങൾ, ഗ്രൂപ്പുകൾ, ഒരുപാട് ആളുകൾ വരും. അന്ന് യഥാർത്ഥ സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ആരുമില്ല എങ്കിൽ ഈ പറയുന്ന സകല കക്ഷികളെയും ഉപേക്ഷിക്കുകയും ഒറ്റക്കാണെങ്കിലും എത്ര തന്നെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഒറ്റക്ക് ആ മാർഗത്തിൽ മരണം വരെ തുടരുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ അനേകം പാഠങ്ങളുണ്ട്. ഈ ഉമ്മത്തിൽ നടമാടാനിരിക്കുന്ന ഒരുപാട് ഫിത്നകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിനു ശേഷം ഇസ്ലാമിൽ വെള്ളം ചേർക്കുന്ന, ഹക്കിനെയും ബാത്തിലിനെയും കൂട്ടിക്കുഴക്കുന്ന ഒരു സംഘം ആളുകൾ ഇസ്ലാമിന്റെ ആളുകളായി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. അങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരിലെ ഖൈറും ഷർറും തിരിച്ചറിയുകയും ഷർറിനെതിരെ നിങ്ങൾ പോരാടുകയും ചെയ്യണം. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന പ്രബോധകന്മാർ, കക്ഷികൾ, ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാം ബഹിഷ്കരിച്ച് അവരിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫിത്നകളും കുഴപ്പങ്ങളും അധികരിച്ച ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഗുണപാഠമുള്ള ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മാർഗത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഭൂരിഭാഗ ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത് ഹഖീഖിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘം മുസ്ലിമീങ്ങൾക്കില്ല എങ്കിൽ, അവരെ നയിക്കുന്ന ഒരു ഇമാം അവർക്കില്ല എങ്കിൽ, അവർ ഒറ്റക്കാണെങ്കിലും ഈ പറഞ്ഞ കക്ഷികളെ എല്ലാം ഉപേക്ഷിച്ചു ഒറ്റക്ക് നിൽക്കൽ അവരുടെ മേൽ വാജിബാണ് എന്നാണ്, നിർബന്ധമായ കാര്യമാണ് എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരെ ഹക്കിന്റെ മേൽ അടിയുറച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. അഹ്ലുസുന്ന ദുനിയാവിൽ തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. എല്ലാ കാലഘട്ടത്തിലും കുറച്ചാളുകളാണെങ്കിലും ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ചെറു സംഘം ഉണ്ടായിരിക്കും. അതോരോ നാടിന്റെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ഇമാമുകൾ ഉണ്ടായിരിക്കും, അവർക്കൊരു സംഘമുണ്ടായിരിക്കും, അവരെ നയിക്കുന്ന നേതൃത്വം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില നാടുകളിൽ അവർ തീരെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ മറ്റു ചില നാടുകളിൽ അവർക്ക് ശക്തി ഉണ്ടായിരിക്കും, അവർക്ക് കഴിവുണ്ടായിരിക്കും. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒട്ടുമില്ലാത്ത, അവർക്കൊരു സംഘമോ നേതൃത്വമോ ഇമാമോ ഇല്ലാത്ത സാഹചര്യത്തിലും നാട്ടിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഒരു കക്ഷിയിലും ചേരാതെ ഒറ്റക്ക് ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻത ജമാഅ الجماعة وما وافق الحق ولو كنت وحدك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ആരാണ് മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? സത്യത്തിനോട് യോജിക്കുന്ന ആളുകൾ, അവരാണ് മുസ്ലിമീങ്ങളുടെ ജമാഅത്ത്. അത് നമ്മൾ ഒറ്റക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജമാഅത്ത് അതാണ്. മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ സത്യത്തിന്റെ മേൽ ഒറ്റയാണ് എങ്കിലും അതാണ് ജമാഅത്ത്. സ്വഹാബത്തിന്റെ മാർഗം പിന്തുടരുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തനതായ ഇസ്ലാമിന്റെ ആളുകൾ, സ്വഹാബത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാർ, അവരാണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അവരില്ല എങ്കിൽ
നീ ഹക്കിന്റെ മേലാണോ സഹാബത്തിന്റെ മാർഗത്തിലാണോ, നീ ഒറ്റക്കാണെങ്കിലും നീയാണ് ജമാഅത്ത്. ആ അവസ്ഥയിൽ മരണം വരെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും ഉറച്ചു നിൽക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗം നോക്കൂ നിങ്ങൾ. മരത്തിന്റെ വേര് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും മരണം വരെ ഹക്കിൽ നിന്ന് വ്യതിചലിക്കാതെ ആ ഹക്കിൽ നിലകൊള്ളാനാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം പ്രയാസമുണ്ടാകുന്ന കാലഘട്ടം വരും. ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കാൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഅതി അലന്നാസി സമാനുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്. അൽ ഖായിമു അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ. ദീനെ നിലനിർത്തി കൊണ്ടുപോകുന്ന, ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ തീക്കനൽ ഉള്ളംകൈയിൽ പിടിക്കുന്നവരെ പോലെയായിരിക്കും അവർ. തീക്കനൽ അത് ഉള്ളംകൈയിൽ പിടിക്കുക എന്നുള്ളത് എത്ര പ്രയാസമുള്ള എത്ര പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെയായിരിക്കും ചില കാലഘട്ടങ്ങളിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഇത്രയധികം പ്രയാസം സഹിക്കേണ്ടി വരുന്ന കാലഘട്ടം ഉണ്ടാകും. എന്ത് തന്നെ പ്രയാസം അനുഭവിച്ചാലും ഹക്കിൽ നിന്ന് വ്യതിചലിച്ച് ഇതര പിഴച്ചുപോയ കക്ഷികളിൽ ചേരുവാൻ പാടില്ല എന്ന താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസകൾ നേർന്നിട്ടുണ്ട്. അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായ അവസ്ഥയിലാണ്. തീർത്തും അപരിചിതത്വത്തിലാണ് ഇസ്ലാമിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആരാരുമില്ലായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും അല്ലാതെ ഇസ്ലാമിന്റെ വക്താക്കളായ ആരുമില്ലാത്ത കാലഘട്ടത്തിലാണ് ഇസ്ലാം ആരംഭിച്ചത്. തീർത്തും അപരിചിതമായ കാലഘട്ടത്തിലാണ്, അപരിചിതമായ അവസ്ഥയിലാണ് ഇസ്ലാം വളർന്നു വന്നത്. വസയഊദു കമാ ബദഅ ഗരീബാ. ഏതൊരു അപരിചിതാവസ്ഥയിലാണോ ഇസ്ലാം ആരംഭിച്ചത്, അതേ അപരിചിതത്വത്തിലേക്ക് ഇസ്ലാം മടങ്ങുന്ന കാലം വരും. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശങ്ങളും വിശ്വാസങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ, അല്ല ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമേ അല്ല എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം വരും. തുടങ്ങിയ അതേ അപരിചിതത്വത്തിലേക്ക് ഇസ്ലാം മടങ്ങും. അപ്പോൾ ഫതൂബാ ലിൽ ഗുറബാ, യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ആ ഗുറബാക്കൾക്ക്, അപരിചിതർക്ക് മംഗളമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് ആശംസകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാണ് ഗുറബാക്കൾ? അപരിചിതരായ, ആശംസകൾ നേർക്കപ്പെട്ട, അതുപോലെ തന്നെ സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ ഗുറബാക്കൾ അപരിചിതരാരാണ്? الذين يفسدون الذين يصلحون اذا افسد الناس من سنتي. എന്റെ സുന്നത്തുകളെ, എന്റെ ചര്യകളെ ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ, എന്റെ ചര്യകളെ ജനങ്ങൾക്കിടയിൽ ശരിയാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, ജനങ്ങളെല്ലാം വഴികേടിൽ സഞ്ചരിക്കുമ്പോഴും യഥാർത്ഥ ദീനിനെ മുറുകെ പിടിച്ച് അത് ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, അവരാണ് ഖുറബാക്കൾ, അവരാണ് അപരിചിതർ. അവർക്ക് മംഗളമുണ്ട്, അവർക്ക് ആശംസയുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളായി നമ്മൾ മാത്രം, കുറച്ചാളുകൾ മാത്രമാണ് ഉള്ളത് എങ്കിലും നമ്മൾ സങ്കടപ്പെടരുത്. എത്ര തന്നെ പ്രയാസം അതിന്റെ പേരിൽ സഹിക്കേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹിക്കുന്നതിനെല്ലാം പകരമായി പരലോകത്ത് നമുക്ക് പ്രതിഫലം തരും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നാലും വഴികേടിന്റെ കക്ഷികളിൽ ചേരാതെ സത്യത്തിന്റെ പേരിൽ, സത്യത്തിന്റെ മേൽ
ഒറ്റക്കാണെങ്കിലും അടിയുറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.